Hello guys, Assalamualaikum. Welcome back to our other episode of Mushti's vlog. So, ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ ആണ്. The videos I'm shooting on 29th of November. So, നമ്മൾ എന്താ പറയുക, എല്ലാവരും ഉണ്ട്. അസർച്ചി ഹായ് പറ, സേ ഹായ്. ഹലോ നൂർത്തുണ്ട് ആൻഡ് അന്നാച്ചി ഉണ്ട് ആൻഡ് ഷീ ഈസ് മൈ സിസ്റ്റർ. ഓക്കെ, this is my Anachi. Hi para Anachi. And this is my girl Phobika. And this is Achu. Yearly one time മാത്രമാണ് ബ്ലാക്ക് ഫ്രൈഡേ വരുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഗോയിങ് ഫോർ എ ബ്ലാക്ക് ഫ്രൈഡേ. ആൻഡ് വാട്ട് എൽസ്, എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഇച്ചിരി എന്താ പറയുക, കുറച്ച് ലുക്കൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ടുഡേ വെദർ വാസ് റിയലി ഗുഡ്, പെർഫെക്റ്റ്. ഓക്കെ, സോ വി വിൽ മീറ്റ് ഫ്രം ദേ. നമ്മളിപ്പോൾ മെഗാ സെൻറ്ററാണ് പോകുന്നത്. അൽമാട്ടിൽ ഏറ്റവും എന്താ പറയുക, നല്ല കളക്ഷൻസും എല്ലാ ബ്രാൻഡ്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു മാളാണ്. ഓക്കെ, സോ എന്താ പറയുക, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഇൻ മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അധികം യൂട്യൂബൊന്നും കാണാറില്ല, ബട്ട് ഐ എം ലൈക്ക് വെരി ഇൻട്രസ്റ്റഡ് ടു ടെൽ എവറിത്തിങ് വാട്ട്സ് ഗോയിങ് ഓൺ. ലൈക്ക് എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ. ദാറ്റ്സ് ഐ എം ടോക്കിംഗ് ടു യു ഗൈസ്. ഓക്കെ, ഫോബിക എന്ത് പറയാനുള്ള ഫോബിക? ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഐ വോർ റെഡ് ഡ്രസ്. പിന്നെന്താ, ഐ നോ ദാറ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ എന്താ പറയുക, ഈ ടൂറിസ്റ്റ് വ്ളോഗൊക്കെ കണ്ടാൽ മൊത്തം നിങ്ങൾ അൽമാട്ടി മൊത്തം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ദാറ്റ്സ് ഐ എം നോട്ട് ഷോയിങ് എനിത്തിങ് ദാൻ മൈ ഫേസ്. ഓക്കെ, പിന്നെന്താണ് ഗൈസ്, സുഖം മോളെ. ആൻഡ് ദിസ് ഈസ് നൂറ നിസാർ. നിങ്ങൾ യാസിൻ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫേമസ് ആണ്, ഫേമസ് ആണ് കൂടെയാണ്. പിന്നെന്താ, അന്ന എന്താ മൈൻഡാക്കട്ടെ, അന്ന ഫുള്ള് മ്യൂസിക് ഒക്കെ കേട്ട് ഷീസ് ലൈക്ക് വെരി എന്താ പറയാ, കുറച്ചൊക്കെ പൊക്കി പറയണം. ഷീസ് ഇൻട്രോവേർട്ട് ആണ്. പിന്നെ ഞാൻ ആന്റി സോഷ്യൽ പേഴ്സൺ ആണ്. ആന്റി സോഷ്യൽ പൊതുവേ അവള് ഇൻട്രോവേർട്ടാണ്. ഞങ്ങളെ കൂടെ ഭയങ്കര കച്ചറയാണ്. ഞങ്ങൾ മൂന്നാളും കൂടി പിന്നെ ഫുള്ള് കച്ചറയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല. യൂട്യൂബിൽ അതൊന്നും ഇടാൻ പറ്റില്ലല്ലോ. പുതിയ വ്ളോഗുകൾ വരുന്നതായിരിക്കും. ചാലഞ്ചസ്, അന്നാന്റെ പാട്ടുകളും കുക്കിംഗ് എന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ യു ക്യാൻ സീ. ഓക്കെ, അപ്പം നമുക്ക് 77 ബസ് നമ്പറിലാണ് പോകേണ്ടത്. എത്ര സ്റ്റോപ്സാ ഹോവിക? ആക്ച്വലി ഷിഡോണ്ടോ 2Gs എന്നൊരു ആപ്പിൽ നോക്കിയിട്ടാണ് നമ്മളിവിടെ എല്ലായിടത്തും പോകാനുള്ള ആക്സസ് നോക്കുക. ലൈക്ക് ലൊക്കേഷൻസ് ആൻഡ് എവറിത്തിങ് വി ഷോ ദേർ. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ എ ബസ് ഇൻ ദ ബസ് സ്റ്റോപ്പ് 77 to 8 AM. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് കാർഡാണ്. ഇതാണ് നമ്മളിവിടെ. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, റുക്സാന. എനിക്ക് എല്ലാവർക്കും അറിയും. റുക്സും കൂടി നമ്മളെ കൂടെ വരുന്നുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മള് റൂമിൽ മൊത്തം എല്ലാവരും ഉണ്ട് കേട്ടാ. റുക്സ് ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി റുക്സ് അവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും ഇപ്പം അങ്ങോട്ട് ഇൻഷാ അല്ലാ. ബസ്സിൽ എന്താ പറയുക, ട്രാഫിക് കാരണം കുറേ ടൈം എടുത്തു ഗൈസ്. ഏകദേശം 1 ഹവറിനോളം ടൈം എടുത്ത്. ഞാൻ നല്ല ഉറങ്ങി. അന്നാച്ചീൻ്റെ അടുത്തായിരുന്നു. ഇപ്പം നമ്മൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ സോ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മളിതാ മെഗാ സെൻറ്റർ എത്തി. പിന്നെ ഇത് നമ്മൾ ബാക്ക് സൈഡിൽ ബാക്ക് എൻട്രൻസിലൂടെ നമ്മൾ വന്നത് കേട്ടോ. ഇതാ മാളിലെത്തി നമ്മൾ. ഇത് എൻട്രൻസ് ബിയിൽ കൂടെ വന്നത്. വലിയ മാളാണ്. അപ്പോൾ കുറേ എൻട്രൻസിൽ ഇവിടെ റുക്സാന ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സീംസ് വെരി പ്രിറ്റി റൈറ്റ്. ഇവരിവിടെ സ്നാപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമില്ലേ? എന്താ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക,
വെറൈറ്റി ആയിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നെക്സ്റ്റ് മന്ത് ക്രിസ്മസ് അല്ലേ, സോ അവിടെ ഉണ്ട് കേട്ടോ. മാളിൽ കയറിയ മുതൽ എല്ലാ ഷോപ്പിലും ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ എന്ന് പറഞ്ഞിട്ട് 30%, 70% എന്നൊക്കെ പറഞ്ഞ് ഓഫർ ഇട്ടുണ്ട്. എല്ലാ ബ്രാൻഡിലും കോൺവേഴ്സും ജോക്സിലും പോലത്തെ എല്ലാ ബ്രാൻഡിലും 30-40 എന്നെല്ലാം പറഞ്ഞിട്ട് ഓഫർ ഇട്ടുണ്ട്. കാര്യമായി നമ്മൾ എല്ലാ ഷോപ്പിലും കയറിയിട്ടൊന്നുമില്ല. മാത്രമല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായി. ലൈക്ക് കോമൺലി കമ്പയർഡ് ടു അതർ ഡേയ്സ് കുറച്ച് ആളൊക്കെ ഉണ്ടായി അന്ന് ദിവസം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇല്ലത്, വേറെ എക്സൈറ്റിങ്ങോ വേറെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞ് നോക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ബാത്റൂം പോകണം. ഏടെ പോയാൽ ആളിനൂർത്തേക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ അതിനൂർത്തെ ബാത്റൂമിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ വെറുതെ ഫോട്ടോ എല്ലാം എടുക്കാം ഇങ്ങനെ വെറുതെ. പിന്നെ ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോപ്പാണ് എൻജോയ്. ഇവിടെ നിന്നാണ് ക്യാൻഡീസ് മേടിക്കാറ്. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഷോപ്പിംഗ് ഞാൻ വന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇത് കാണിക്കുന്നില്ല, വേറെ ദിവസം കാണുക. ബിക്കോസ് ഇപ്പോൾ നമുക്ക് കാലിന് തിരിഞ്ഞ് നടക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മൾ ഷോപ്പിങ്ങിന് വന്നുകൊണ്ട് ജസ്റ്റ് അത് മാത്രം നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ടേൺ ഓവറിൽ കയറി നോക്കാം. ഇവിടെ ഓഫർ കാണുന്നുണ്ട്. എന്നെടുക്കുമെന്ന് ഉറപ്പില്ല, നമുക്ക് വെറുതെ കയറി നോക്കാം. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ജാക്കറ്റ്സൊക്കെ ഓഫറിലുണ്ട്. പിന്നെ ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഇതാ 50% ഓഫർ. പിന്നെ ഡ്രസ്സ്, ക്രോപ്പ് ടോപ്സ്, ബ്ലേസേഴ്സ്, ക്രോപ്പ് ടോപ്പ്, പാൻറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഓഫറിലുണ്ട്. 4,990, 1,990 ഒക്കെ ഓഫറുണ്ട്. ദിസ് സീംസ് ഗുഡ് റൈറ്റ്. ഈ ബ്ലാക്ക് നല്ലുണ്ടല്ലേ, ഒരു വിൻ്റർ ഡ്രസ്സ്. ബട്ട് ഓക്കെ അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. ഫോബിക്ക നമ്മളെല്ലാവരും കൂടി നോക്കുന്നുണ്ട്. എന്തെടുക്കുമെന്ന് അറിയില്ല. നോക്കുന്നതിന് എന്തുണ്ട് മുന്നേ നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഒന്നും എടുക്കൂലെന്ന്. അവിടെ എന്താ പറയുക, വലിയ രസം, ലൈക്ക് ഒരു ഫസ്റ്റ് ആയിട്ടൊരു അട്രാക്റ്റീവ് അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഉണ്ടായ ഒരു ഡ്രസ്സിനാണെങ്കിൽ നല്ല വിലയായിരുന്നു. നൗ യു ആർ സ്റ്റെപ്പിംഗ് ഔട്ട് ടു ന്യൂയോർക്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവും, നല്ല കളക്ഷൻസ് എല്ലാ ഡ്രസ്സും ഉണ്ടാവും. നമ്മൾ നെരിച്ച ഏത് ടൈപ്പ് നമുക്ക് വേണോ എല്ലാം കിട്ടും. ലൈക്ക് ബ്ലേസേഴ്സ്, പാർട്ടി വെയർ, ക്രോപ്പ് ടോപ്സ്, പാൻറ്റ്, ജാക്കറ്റ്സ്, ട്രൗസേഴ്സ്, ഫോർമൽ ഡ്രസ്സ്, ഇന്നർ വെയർ എല്ലാം കിട്ടും. നമ്മൾ എന്ത് നിൽക്കുന്നത് ലൈക്ക് A to Z ഡ്രസ്സും പാൻസും ഐറ്റംസ് എല്ലാം കിട്ടും. ഇതാ റുക്സിന് കിട്ടിയിട്ടുണ്ടായിട്ട് ലാസ്റ്റ് നമ്മൾ റുക്സിന് കിട്ടി. ഇതാ റുക്സ് എന്തോ വേങ്ങിയിട്ടുണ്ട്. എന്ത് വേങ്ങിയ റുക്സ് ഇതാ പാൻറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഓള് ഫോട്ടോയിൽ കാണിച്ചിട്ടാ പറഞ്ഞിട്ടുണ്ട്. ആ ന്യൂയോർക്കറിൽ കണ്ണാടി കണ്ടപ്പോൾ വെറുതെ കണ്ണാടിയെല്ലാം ഇട്ട് നോക്കി. എങ്ങനെയുണ്ട്, നല്ല മതിയില്ലേ? അപ്പോൾ റുക്സ് പറഞ്ഞ് നല്ലുണ്ട് അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ റുക്സ് ഫോട്ടോ എല്ലാം എടുത്ത് അപ്പം നല്ലുണ്ട് നല്ല ചെല്ലുന്നുണ്ട് അവള്. അപ്പം അങ്ങ് ഒന്ന് എടുത്തത്. പിന്നെ അപ്പം റുക്സും ഞാനും ലൈക്ക് 2 ഗ്ലാസ് എടുത്ത് അപ്പോൾ അത് ബില്ലായിക്കൊണ്ടിരിക്കുന്നുള്ളത്. അങ്ങനെ നല്ല വടലി പെണ്ണ്. അങ്ങനെ ബില്ലെല്ലാം ആക്കി. അങ്ങനെ നമ്മൾ രണ്ടാളും ബാക്കിയുള്ള ആളെ പരതിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഓറ് പുറത്തുണ്ട്. വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ആരൊക്കെയോ കാണുന്നില്ല, ആരൊക്കെയോ കാണുന്നുണ്ട്. കുറച്ചാൾ സാറ പോയിട്ടുണ്ട്. പിന്നെ ചില ആൾ ഫുഡ് കോർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. താഴെ നിന്ന് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഈ മൊത്തം ലൈക്ക് അവിടെയും ഇവിടെയും എല്ലാം ഫുഡ് കോർട്ടാണ്. എപ്പോൾ നടക്കണം. നിങ്ങൾ ഉണ്ടായിനാ? ഇതെന്ത് ഷോപ്പ്? ടേസ്റ്റ് ഓഫ് ഇന്ത്യ സിൻസ് 2009 ബൈ തന്തൂർ. അപ്പം നമ്മൾ ഇവർ മെനു ഒക്കെ നോക്കുക. ഇവിടെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മസാല ദോശ അതൊക്കെ ഉണ്ടല്ലേ. എന്തേലും തവ റൊട്ടി, പനീർ ദോശ. എനിക്ക് ഇന്ത്യ ഫുഡ് വേണ്ട. ഹലോ, പേര് പറഞ്ഞെങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ബ്ലാക്ക് ഫ്രൈഡേ പറഞ്ഞിട്ട് ഒട്ടും എത്തല്ല. ഞാൻ തിരിച്ചിട്ടുണ്ടായത് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 70% ഓഫർ കിട്ടുമ്പോൾ ചെറിയ റേറ്റിൽ കിട്ടും, നല്ല അടിപൊളി അങ്ങനെ ശരിക്കും പറഞ്ഞെങ്കിൽ ഉള്ള റേറ്റിനെയും കാട്ടുകൾ ഡബിൾ പ്രൈസ് ഇട്ടിട്ട് ഇത്ര % ഓഫർ ഇടുന്നു പറഞ്ഞു. അതന്നെ ബ്ലാക്ക് ഫ്രൈഡേ. പിന്നെ ഇത് ഇപ്പോൾ അന്നാച്ചി
ഇതിൽ കാര്യമായി ചിരിക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അന്നാച്ചി സ്റ്റെയറിൽ നിന്നിട്ട് പറയുന്നു പോകുന്നില്ല എന്ന്. ഓളത് തിരിച്ചത് എസ്കുലേറ്റർ അങ്ങനെ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നിട്ട് പറയുന്നു പോകുന്നില്ല എന്ന്. അങ്ങനെ ആടെ ഒരു വെകിഡേറ്റ് കുറെ ചിരിച്ച് അങ്ങനെ ഇപ്പോൾ നമ്മ ആർക്കും ഇഷ്ടപ്പെട്ടിച്ച് അതുകൊണ്ട് ആരങ്ങനെ ഒന്നും എടുത്തിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ആസ് യൂഷ്വൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലെ നമ്മൾ പോപ്പായ്സ് വന്നിട്ടുണ്ട്. കമ്പയർഡ് ടു കാഫ്സെ പോപ്പായ്സ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം പോപ്പായ്സ് ആണ്. ബിക്കോസ് ഇച്ചിരി കൂടി ഫ്ലേവർഡ് ആൻഡ് സ്പൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോപ്പായ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവിടെ തന്നെ വന്ന് ചേർത്ത് ഓർഡർ കൊടുക്കുന്നുണ്ട്. എന്താ വേണ്ടേ? ഫ്രൈഡ് ചിക്കൻ, വടൈസ്. നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായി. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക വെദർ റെഡി ആയോ ഇല്ലയോ. നമ്മൾ ടേക്ക് അവേ കൊടുത്ത് ഓക്കെ. ഓ ഫാൻ്റെയോ ഇതോ? ഓക്കെ സ്പസിബ പക്ക ദബായ്. പോപ്സിനും അച്ചുക്കും പോപ്പൈസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവർ വേറെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാ. നമ്മൾ സ്പൈസി ചിക്കൻ ബർഗർ ഡ്രിങ്ക്സ് പിന്നെ അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യില്ല. അവിടെയും ചിക്കൻ മേടിച്ചു. ബർഗർ തീരെ വേർത്തല്ല എന്നാണ് അത് നമ്മുടെ അഭിപ്രായം. ഫേവറേറ്റ് ആണ്. രസമുണ്ടാ? എങ്ങനെയുണ്ട്? ഞാൻ ബർഗറാണ് മേടിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കഴിക്കാത്തോണ്ട് എന്റെ മനസ്സിലുണ്ട് ഭയങ്കര വിഷമം. Really tastes good compared to other. നല്ലുണ്ട്. Bon appetit. അപ്പോൾ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. നാട്ടില് തിന്നാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എൻ്റെ ബർഗർ ജസ്റ്റ് ഇത് ബോൺ അടുക്കില്ല. ഇവിടെ ബോൺ അടുത്ത് കിട്ടുന്ന കുറച്ച് റെയറാണ്. പൈസ കിട്ടും, ക്യാപിറ്റലൊക്കെ ഒന്നും കിട്ടൂല. അപ്പോൾ നാട്ടിലത്തെ പോലെ വീഡിയോ എടുക്കാൻ കൊണ്ടുപോയി ടേസ്റ്റ് ഗുഡ്. കണ്ണാച്ചിയിലാണ് നല്ലുണ്ട്. വെരി നൈസ്. എനിക്ക് അച്ചു എത്തിയിട്ടുണ്ട്. അവർക്ക് ശരിക്കും പോപ്പൈസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്തെങ്കിലും എന്താ ഓർഡർ ചെയ്തേ? പിസ്സ ആൻഡ് ഇവർ പിസ്സയും ഐസ്ക്രീമും ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ബിസി ഈറ്റിംഗ്. ഞാൻ വൈകിയാണ്. ഇവരെല്ലാരും ടിൻസ് എന്നാ പറയല്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവള് ടിൻസ് ആണെന്ന്? ഇവർ ടിൻസിനെ പോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. ലെറ്റ് മീ നോ ദാറ്റ്. നിങ്ങൾ പറ അവർ ടിൻസിനെ പോലെ ഉണ്ടോ ഇല്ലയോ. ഓക്കെ. എനിക്ക് ഇങ്ങനെ എന്താ എടുക്കാവുന്ന എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ചുമ്മാ സംസാരിക്കാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ യൂട്യൂബ് തുടങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ തുടങ്ങിയതാണ്. And I'm not sure about that. When will I stop it or should I continue? Just come. കോപിക പറയുന്നത് ട്രൈ ചെയ്ത് നോക്കാൻ. ഇങ്ങനെയുണ്ട്. കഴിച്ചോക്ക്. ഇത് ഇവിടുത്തെ ഡോട്ട പിസ്സ ടാക്കോസ് നമ്മൾ അന്ന് മേടിച്ചത്. എനിക്ക് ടാക്കോസ് ഇഷ്ടം. നല്ലുണ്ട്. ടാക്കോസ് ഒന്നുമില്ല, അതവിടെ ഉണ്ടായി. നമ്മൾ അന്ന് വാങ്ങിയത് അത് വാങ്ങില്ല. പിന്നെ അന്നൊരു ടാക്കോസ് ഒരു സാധനം മേടിച്ചിട്ട് വാലും വെക്കാൻ പറ്റൂല. ഇതിപ്പോ ഓക്കെ ടേസ്റ്റ് ഗുഡ്. തിന്നലോ തിന്നലുണ്ട്. വേറെ ഒന്നും
പണിയില്ല. വന്നിട്ട് കുറച്ച് ഷോപ്സിൽ പോയി, എന്നിട്ട് എന്താ പറയാ, കുറച്ച് ഷോപ്സിൽ പോയി കുറച്ച് സാധനമൊക്കെ കണ്ട് ഇഷ്ടമായി. ബാക്കിയൊന്നും രസമില്ല. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരുന്നുണ്ട്. തിന്നാ ഇതന്നെ ഇവരുടെ പണി കണ്ടോ. അങ്ങനെ ഫോർ ദ ലാസ്റ്റ് ടൈം നമ്മൾ പോപ്പൈസിന് വാങ്ങിച്ച ഐസ്ക്രീം കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലായിരുന്നു, വെരി നൈസ്. വാവ്, നമ്മൾ പണ്ട് 1 ദിർഹംസിൻ്റെ ഐസ്ക്രീം ഇല്ലേ UAE, അതേ ഒരു ടേസ്റ്റ് മെക്കുന്ന കിട്ടുന്ന സെയിം ആ ടേസ്റ്റ് ആയിരുന്നു, വിത്ത് കാരമൽ ആൻഡ് ചോക്ലേറ്റ് ടോപ്പിങ്സിൽ. നല്ലായിരുന്നു, വെരി നൈസ്, അടിപൊളി സീൻ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഉണ്ട്, നമുക്ക് നോക്കി വെക്കാം ഇവിടെ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറയുന്നത് ഹോൾ വേൾഡ് വൈഡ് എല്ലാ ബ്രാൻഡും പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും പെർഫ്യൂംസും എല്ലാം കിട്ടുന്ന ഒരു പ്ലേസാണ്. A to Z കോസ്മെറ്റിക്സ് ആൻഡ് എവറിത്തിങ് വിൽ ബി അവൈലബിൾ ഹിയർ. പിന്നെ അൽമാട്ടിയിൽ ഇവിടെയും ദോസ്തിക്കിലാണ് ഈ വലിയൊരു ഔട്ട്ലെറ്റിലേക്ക് ഷോറൂം പോലെയുള്ളത്. ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഈവൻ എവറി കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മേടിക്കാണ്. എന്താന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ മേടിക്കണം നമുക്ക്. എന്താ റുക്സേ, എന്താ ട്രൈ ചെയ്യുന്നേ? ലിപ്സ്റ്റിക് ഇഷ്ടായാ? ചെയ്തില്ല. ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയതാ. ഓക്കെ. Это другой бренд? Нет, одно и то же. Просто тестер бывает другим. Да, все, спасибо. Окей. Пакетല് വേറെ ഉള്ളിൽ. Сейчас попробовать один. ഇതാ നല്ല ഷെയ്ഡ് ഗൈസ്, റിയലി വെരി നൈസ്. ഇട്ടപ്പന്നും നല്ല മാറി. ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മൾ ഡ്യൂജിൻ്റെ ഒരു ലിപ്സ്റ്റിക് എടുത്തു ഇവിടുന്ന്. ഇതിന് 2000 സംതിങ് ആണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇനി ഉപയോഗിച്ചിട്ട് അറിയാം ലോങ് ലാസ്റ്റിംഗ് ആണോ ഇല്ലേ എന്നുള്ളത്. സോ മൂവിങ് ടു നെക്സ്റ്റ് ഗായ്സ്. ഇതൊരു ഹെവൻ തന്നെയാണ്, ബിക്കോസ് എല്ലായിടത്തും ഇങ്ങനെ പോയി ഏടെ നോക്കിയാലും കാണുന്നത് ഫുള്ള് പെർഫ്യൂം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തും ഏടെ നോക്കിയാലും കസ്റ്റമൈസ്ഡും ബ്രാൻഡ്സും നമുക്ക് വേണ്ട നമ്മളെ ഫ്ലേവറിന് നമ്മളെ മനസ്സിനനുസരിച്ചും അവരെല്ലാം ആക്കി തരും. അപ്പം ഫുള്ള് പെർഫ്യൂം, ഫുള്ള് ബ്രാൻഡും അതും ഇതും കുറേ പെർഫ്യൂംസ് എല്ലാം ഉണ്ട്. എൻ്റെ കണ്ണ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ കണ്ട് പെർഫ്യൂംസ് ട്രൈ ചെയ്ത് അതിലുള്ള ഓഷാസിലെ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ 35,000 ആണ്. I can't afford now, but we'll buy later. Really smells so good. ടെസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് അടിച്ചിട്ട് പോവാം. നല്ല ഉണ്ട് കേട്ടോ ഇത്, വെരി നൈസ്. എടി ഞാനിപ്പം നടന്ന് വരുമ്പം കുറച്ച് പെർഫ്യൂംസൊക്കെ കൊണ്ടുകൊണ്ട് ഞാൻ അധികമൊന്നും പർച്ചേസ് ചെയ്തില്ല. എന്തായാലും അത് കഴിയട്ടെ, മേടിക്കണ്ട, നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് അങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അറേബ്യൻ പാഷൻ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം അവിടെ കണ്ടിട്ടുണ്ടായി. 97,000 സംതിങ് ആ പ്രൈസ് വരുന്നത്, നിയർ ടു 1 lakh. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ വിലയെല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടാ. എന്തോ ഇങ്ങനെ മൂക്കിൽ കുത്തുന്ന വേണോ, ഭയങ്കര എന്താ പറയല്, ഭയങ്കര ഇങ്ങനെ എന്താ പറയല് അടിക്കുന്ന വേണം. ബോയ്സിനൊക്കെ നല്ലത്, പക്ഷേ ഈ ഗേൾസിന് എനിക്ക് എന്താ ഇഷ്ടമായിട്ടാ. ഭയങ്കര ഹാർഡ് സ്മെല്ലായിരുന്നു. ഓ വേഴ്സാച്ചിക്ക് നോക്ക്, ഓ മൈ ഗാഡ്, ഭയങ്കര ഓഫർ. ഓ സീൻ, സാധാരണ ഇത്ര കുറവിൽ ഉണ്ടാവില്ല, ഇത് ഭയങ്കര ഓഫർ ഉണ്ട് ഇപ്പോൾ. എൻ്റെ കണ്ണ് ഫുള്ള് പോയത് പെർഫ്യൂംസിലാണ്, പക്ഷെ അത് ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. 20-25 അങ്ങനെയൊക്കെ. അടച്ച മസ്കാരും പിന്നെ ഇതെന്താ മസ്കാരും ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഹെയർ സെറമും മേടിച്ചിട്ടുണ്ട്. സോ ഇപ്പം ബില്ല് ചെയ്യാൻ പോവാണ്. ബില്ലയല്ലേ അന്നാച്ചി, എല്ലാത്തിനും ഭയങ്കര ഓഫർ. വേഴ്സാഷക്ക് പെർഫ്യൂംസ് എടുത്താ എനിക്ക് ശരിക്കും എന്ത് ഗൈസ്, ശരിക്കും എനിക്ക് എത്ര നേരമായി ഇങ്ങോട്ടും അങ്ങോട്ട് വെറുതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നാച്ചിയുടെ കുൽമാലാക്കി അന്നാച്ചി മതി മേങ്ങിയത് വന്നൊരു പോയറാന്ന് പറഞ്ഞിട്ട് കുൽമാലാക്കി ഇപ്പോൾ ഇതാ മേങ്ങിച്ചെല്ലാം ആയി. ഇവൾക്ക് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. എന്തെല്ലാം മേങ്ങിച്ചിട്ടുണ്ട്.
ഓക്കെ. കോൾ ചെയ്തിരിക്കുന്നത് നമ്മളോട് പിന്നെ നമ്മൾ ഒരു ആപ്പ് കയറ്റിയിട്ടുണ്ടോ, ആപ്പ് കയറ്റി കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്കിറ്റി ഓഫർ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മളിതാ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ബില്ല എന്ന് പറഞ്ഞാൽ 50,000 ആണ്. പക്ഷെ നമുക്ക് ഒരു ആപ്പ് ഇവിടെ ഗോൾഡ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് കയറ്റിയപ്പം അതിൽ QR സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് 9,000 ഒക്കെ കിട്ടി. അപ്പം കുറച്ച് നല്ല ഓഫർ കിട്ടി, ഹ്യൂജ് ഡിഫറൻസ് ഓഫ് ഓഫർ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളെല്ലാം മേടിച്ചിട്ട് ഇപ്പം ഇതാ ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇനി ഏഴേന്ന് അറിയില്ല, എവിടെയോ പോയിട്ടുണ്ട്. പിന്നെ ഇത് പുറത്ത് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ രാത്രിയായി. ഇവര് പിന്നെ പോയിക്കോടിക്കുന്നു സീക്കയിലും അവിടെ ഇവിടെ ഒക്കെ. ബ്യൂട്ടി മാനിയും കൂടി ഉണ്ട്, അവിടെയും കൂടി പോയിരിക്കും ചിലപ്പോൾ. മേ ബി എനിക്ക് ശരിക്കും ബെന്ത്. ഇതാ നമ്മതാ ബ്യൂട്ടി മാനിലെത്തി. ഇവിടെ എന്ന് പറയുന്നത് ലൈക്ക് ബ്രാൻഡ് പെർഫ്യൂം തന്നെ ഉള്ളത്. ടോം ഫോർഡും പ്രാഡും ലൂയി വിറ്റൻ അക്വാറ്റിക് എന്നുള്ള പറഞ്ഞ പോലെ ലൈക്ക് അറിയപ്പെടുക കുറച്ച് നോൺ ആയിട്ട് മാത്രമുള്ള ബ്രാൻഡൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇതാ പെണ്ണ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എന്ത് വേണ്ടേന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടി വന്നതെന്നല്ല പറഞ്ഞ്. ഒന്നുമില്ല, നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നു. എല്ലാം കഴിഞ്ഞ് How was your day, Fopika? Good. എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം? നല്ല ഉണ്ടായി, അൽഹംദുലില്ലാ, ഗ്രേറ്റ് ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോവാ കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. നാളെ വീക്കെൻഡ് ആണെങ്കിലും ക്ലാസ് ഉണ്ട്. സോ വിൽ മീറ്റ് യു ആഫ്റ്റർ റീച്ചിങ് ഡേ. വാവ്, നേരത്തെ കയറുമ്പം പകലായിരുന്നു വയസ്സ്, ഇറങ്ങുമ്പോൾ ഇപ്പം ഇത് രാത്രിയായി. നമ്മൾ മെഗയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഡെക്കറേറ്റ് കൂടിക്കൊണ്ട് വരും. ബിക്കോസ് ഇതിപ്പോൾ നവംബർ ആയത്രല്ലേ. നേരത്തെ കാണിച്ചു ചെയിൻ വീലാണിത്. ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ കാത്തിക്കുന്നുണ്ടേ. തണുപ്പ് തുടങ്ങി, നല്ല തണുപ്പാണ്. കാലൊക്കെ നമ്മൾ എത്ര വിചാരിച്ചാൽ കാല് ഫ്രീസാവും. അതെ, ഞാൻ 2 സോക്സ് ഒക്കെ ഇട്ടിട്ടാ ഇറങ്ങി. അവളുടെ 2 സോക്സ്. ഞാൻ ഈ ക്യാപ്പ് ഒന്ന് ഇട്ടിച്ചാ, ഞാൻ തിരിച്ച് പേ വരുന്നു. അപ്പോൾ കുറച്ച് വൈദ്യുതി ഫസ്റ്റ് വ്ളോഗ് തുടങ്ങും ഭയങ്കര എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കൂലേ, അതുകൊണ്ടാണ് മുർഷി. ഒക്കെ ശരിയാവും. അതെ, നോർമൽ ആയിക്കോളൂ കുറച്ച്. സോറി, നോർമൽ. ഇപ്പതാ കാത്തിക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ. ബസ് എപ്പോ വരുന്നോ? അശ്വതി പറഞ്ഞ് ഇപ്പൊ വരും. അല്ലെങ്കിലേ കാല് നൊമ്പല്ലോ. അതിൻ്റെ അടുക്ക് ദൈവ സീറ്റും ഇല്ല. ബസ്സിൽ ഭയങ്കര തിരക്ക്. അങ്ങനെ റൂമിനടുത്തുള്ളൊരു ടോയ്മാർട്ട് ഉണ്ട്. നമുക്ക് ഈ പാലയിലേക്ക് അത്യാവശ്യം സാധനമൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പ്. അവിടെ എത്തിയിട്ടാണ് ഉള്ളത്. നല്ല തിരക്കായിരുന്നു. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ എത്തിയപ്പോഴും ക്രിസ്മസ് ആയതുകൊണ്ട് നോക്ക് ഭയങ്കരത്തിൽ ഡെക്കറും ഗിഫ്റ്റൊക്കെ ഉണ്ട്. വലിയ റേറ്റ് ഇല്ല, ബട്ട് ഇതൊക്കെ അൺനെസറി തിങ്സാണ്. ജസ്റ്റ് വാങ്ങി വെക്കുന്ന ഞങ്ങൾക്ക് സ്റ്റുഡൻസിനൊക്കെ ഇതൊന്നും വലിയ ആവശ്യമില്ലല്ലോ. കാണാൻ നല്ല ഭംഗിയാണ്. വീടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി ചെയ്യാൻ പറ്റും. വാ, നമ്മളൊരു ഗ്രോസറി മേടിക്കാൻ വേണ്ടി വന്നത്. ഗ്രോസറി അല്ല, നമ്മൾ യോഗട്ടും മിൽക്കും മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നോർമൽ ലൈക്ക് നമ്മളെ മാഗ്നലം പോലെ ഒരു ഷോപ്പ്. വിൽ ഗെറ്റ് എവറിത്തിങ് ഹിയർ. വാ, എന്തൊക്കെ ഓഫർ ഉണ്ട്. ഓഫർ കാണുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തൊക്കെയോ സാധനം ഉണ്ട് ഇവിടെ. ചോക്ലേറ്റ്സ് വാങ്ങുന്നത് നല്ല ഓഫറുണ്ട്. നമുക്ക് പാല് മേടിക്കാനാണ് വന്നത്. യോഗട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഐ എം സോ ടയേർഡ്, വെരി ടയേർഡ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേറൊരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ടോയ്മാർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഇന്ന് എനിക്ക് സാധനമൊന്നും മേടിക്കാനില്ല. സോ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇൻഷാല്ലാ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് അതിൻ്റേതായ ട്രബിൾ ഉണ്ട്, അതിൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എല്ലാവരും എന്താ പറയുക,
ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, സോ എന്താ പറയുക, അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇനിയും വീഡിയോ ഇടുമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യുവർ സപ്പോർട്ട്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.